എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലോട്ടും കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലോട്ടും ഒക്കെ പോകുന്ന ട്രെയിനുകളിൽ അതിൽ മാത്രമല്ല ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാ ഇടങ്ങളിലോട്ട് പോകുന്ന ട്രെയിനുകളിലും നടക്കുന്ന ചില അപരാധങ്ങളാണ് നിങ്ങൾ ഈ തുടക്കം കണ്ടിട്ടുള്ളത്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുക്കാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ള 10 നിങ്ങൾ കേൾക്കണം. എന്തോന്നിടെ ഇവിടെ നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. സത്യം പറയാം, എനിക്കറിയാൻ പാടില്ല. ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദാചാരവാളിയായി, അമ്മാവനായി, നമ്മൾ ഒന്നിനും കൊള്ളാത്തവനായി, നിനക്കെന്താ പുരോഗമന ചിന്താഗതിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തോക്കി കയറി വെടിവെക്കാൻ തുടങ്ങി. സത്യം ഉള്ള കാര്യമാണ്. ഇമാതിരി അപരാധങ്ങളൊക്കെ കണ്ടിട്ട് അതിന് കൂട്ടു നിൽക്കാനും അതിന് വേണ്ടിയിട്ട് കുട പിടിക്കാനും എന്നെ കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 500-800 പോട്ടെ, ഒരു 1000 രൂപ കൊടുത്ത് ഒരു റൂം എടുത്തിട്ട് നിനക്കൊക്കെ ഇമാതിരി പരിപാടി ചെയ്തുകൂടെ? ഇത് ഇനി കെട്ടിയതാണോ, വേറെ വല്ലവൻ്റെ ആണോ, ഇനി സ്കൂളിൽ പഠിക്കുന്നതാണോ, ഒന്നും പിടിയില്ല. ഇനി കോളേജിൽ പഠിക്കുന്നതാണോ, ഒരു പിടിയുമില്ല. ഏതായാലും വല്ലവൻ്റെയൊക്കെ തലയിൽ ആവാതിരിക്കട്ടെ. ഈ കൊണ്ടുപോയിട്ട് കറക്കണവും വലിക്കണവുമാര് തന്നെ കെട്ടട്ടെ. കാരണം നിസ്സഹായന്മാരെ എന്നെപ്പോലെ ഗതികെട്ടവന്മാരുടെ തലയിലൊന്നും വന്ന് വിഴലടെ, ഒന്നും അത് ഗതി പിടിക്കാതിരിക്കാനും. എന്നെപ്പോലെ ഉള്ളവൻ്റെ ഒന്നും തലയിൽ ഇതുപോലെയുള്ളതൊന്നും വന്ന് വിഴരുത്. വല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ എന്തോന്നാണ് അവിടെ നടക്കുന്നത്? ഞാൻ കുറച്ച് ഭാവമൊന്നും കൊടുക്കാം. ആദ്യം എൻ്റെ തലയിലാവും ഇവള്, അതുപോലെ ഇവൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ തലയിലുമാ. സത്യം ഇതാണ് നടക്കാൻ പോകുന്നത്. അത് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ 2 മിനിറ്റ് വീഡിയോ ഒന്ന് കാണും. തിരക്കായതുകൊണ്ട് കയറി ഇരിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വലിയ സീരിയസ് ആക്കണ്ട. തിരക്കായോണ്ട് അയ്യോട്ടോ അച്ഛോട്ടോ പിതുക്കടി പിതുക്ക്, ഇങ്ങനെ തന്നെ പിതുക്ക്. ചെന്തൊരു പാട. അയ്യോ ഒഴുകുതേ ഒഴുകുതേ സ്നേഹം ഒഴുകുതേ പറയൂതേ. അയ്യോട്ടോ 1000 രൂപ എടുത്ത് റൂമറാ, ഇതിനേക്കാൾ മന്ദസ്സുണ്ട്. ഇതെന്തുവാ കാണിക്കുന്നത്? ഇതെന്തുവാടേ? അയ്യോ പറ്റണില്ലല്ലോ. രണ്ടിനും കടി അങ്ങോട്ട്. പരിസരമെങ്കിലും ഓർക്കടാ. അയ്യോ പരിസരമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർക്ക്, നല്ലതായിരിക്കും. ഇത് കുറച്ച് അധികം അതിക്രമിച്ചു. ഇത് ഇവൻ തന്നെ കെട്ടണം കേട്ടോ. അവളെ വേറെ ആരും കെട്ടരുത്. നീ തന്നെ കെട്ടണം. നീ മാത്രമേ കെട്ടാവൂ. ഉള്ള കാര്യം പറയാം. സത്യം വേറെ ആരുടെയും തലയിലാവല്ലേ. വേറെ ആരുടെയെങ്കിലും തലയിലായ അവൻ്റെ അവസ്ഥ. അല്ലാണ്ട് ഞാനെന്ത് പറയാനാ? പാവം സീറ്റില്ലാത്തതുകൊണ്ടായിരിക്കും. ട്രെയിൻ മൊത്തം നല്ല തിരക്കാണ്. അതുകൊണ്ട് സീറ്റില്ലാത്തതുകൊണ്ടാണ് മോളിലോട്ട് കയറി അവൻ്റെ മടിയിലിരിക്കുന്നതെന്ന് തോന്നുന്നു. മേളിലിരുന്ന് ഏതോ ചേട്ടനെ എടുത്തതാണ് മൂഞ്ചി. അറ്റ്ലീസ്റ്റ് പരിസര ബോധമെങ്കിലും വേണ്ടേ? ഇതിപ്പോ ഈ ട്രെയിനിൻ്റെ അകത്ത് മാത്രമല്ല, ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും പല സ്ഥലങ്ങളിലും ഇമാതിരി അപരാധങ്ങൾ നടക്കുന്നുണ്ട്. ടോയ്ലറ്റിന്റെ മറവിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഇതുപോലത്തെ അപരാധങ്ങൾ നടക്കുന്നുണ്ട്. പരിസരം പോലും മറന്നുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാകാം, കോളേജിൽ പഠിക്കുന്നവരാവാം, ജോലിയുള്ളവരാകാം, അങ്ങനെ പലരും ഇതുപോലത്തെ പല ആഭാസങ്ങളാണ് ഇന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എവിടെ പോയി ഇടിച്ചിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ. ഒരു ചേട്ട ഇതൊന്നും കാണാതെ അങ്ങനെ മോളിൽ പോണ്. എന്തിനോ എന്തോ രണ്ടിനും അങ്ങോട്ട് ഇരിക്കാൻ പറ്റണില്ല. സ്നേഹം തേനല്ല, മോഹം തേനല്ല, കണ്ണീരും കൈലേസുമല്ല. ഇത് നിനക്ക് മറ്റേ കോലുകയറ്റി കളിക്കാനുള്ള സ്ഥലമല്ല. ഇത് ട്രെയിനാടാ, ഇന്ത്യൻ റെയിൽവേടാ. സാമാന്യ ബോധം കാണിക്കടാ. അറ്റ്ലീസ്റ്റ് ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കടാ. എന്തോന്നടാ എന്തിന്? ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി ഇരിക്കുന്നു, അതുപോലും ചിന്തിക്കുന്നില്ല. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ, കേട്ടുകൊണ്ടിരിക്കൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. മാതാപിതാക്കള് മക്കളെ സ്കൂളിലേക്ക് പഠിക്കാനെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ചോറും കെട്ടി കൊടുത്ത് അങ്ങോട്ട് വിടും. ഈ മക്കൾ എന്ത് ചെയ്യും? പഠിക്കും. പഠിക്കാൻ പോകുന്ന മക്കളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ വേറെ കുറെ മക്കളുണ്ട് ഇതുപോലെ വല്ല കൂടെ പഠിക്കണവന്മാരെ, അല്ലെ അപ്പുറത്തെ സ്കൂളിൽ പഠിക്കണവന്മാരെ, വഴിയെ പോയവന്മാരെ അട്ടയൊക്കെ ഇതുപോലെ പല ബന്ധങ്ങളും വെച്ചും കൊണ്ട് അപരാധങ്ങൾ കാണിക്കും. ഇത് പ്രായത്തിന്റെ കുഴപ്പം മാത്രമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്തും നമ്മുടെ കൂടെ പെൺപിള്ളേരൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ടൈമിൽ ഈ ഒരു അപ്രോച്ച് ഒന്നും നടത്തിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അത് വേറൊരു സത്യം. ഇന്ന് ടെക്നോളജി വളർന്നു, കാലം മാറിയതിനനുസരിച്ചിട്ട് പിള്ളേരടക്കം മാറിയിരിക്കുകയാണ്. നമ്മളെക്കാളും കാര്യങ്ങളിന്ന് നല്ല വെടുപ്പിനും വൃത്തിക്കും പിള്ളേർക്കറിയാം എന്ത് എങ്ങനെ എവിടെ ചെയ്യണമെന്ന്. നമുക്കൊരു തേങ്ങ അറിയത്തില്ലായിരിക്കും. കാരണം നമ്മൾ മുരടിച്ചിരിക്കുകയാണല്ലോ. വയസ്സാങ്കാലത്തിനെങ്കിലും എന്താ അത് പോട്ട്. എൻ്റെ വിഷമം പറയാൻ കഴിഞ്ഞാൽ അതിലോട്ട് വേണ്ടി വരും. അത് മതിച്ചോളാം. അപ്പോൾ ഇന്ന് മക്കളെ സ്കൂളിൽ പഠിക്കാനെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ രാവിലെ ചോറും കെട്ടി വിടുമ്പോൾ മക്കൾ അത് സ്കൂളിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം കൂടി ഒന്ന് അന്വേഷിക്കുക. അതുപോലെ സ്കൂളുകളിൽ സ്ട്രിക്റ്റായിട്ട്
എല്ലാ സ്കൂളുകളിലും CCTV കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതുപോലെ പിള്ളേരെ നല്ലോണം നോക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. ക്ലാസ്സസ് ഈ പഠിപ്പിക്കുന്ന ബുക്ക് മാത്രം പഠിപ്പിച്ച് വിടാണ്ട് ഈ പറയുന്ന പോലെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കുട്ടികൾക്ക് നല്ലതും ചീത്തയും നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് വഴിതെറ്റി പോകുന്നു. ലഹരിക്ക് അടിമ, സെക്സ്, ഇങ്ങനെ പല രീതിയിൽ കുട്ടികളടക്കം സ്കൂളിൽ പഠിക്കുന്ന സമയത്തടക്കം തെറ്റിപ്പോവുകയാണ്. ഇനി കോളേജിൽ പോയാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇണക്കുരുവികൾ അവിടെ പണ്ടേ മരത്തിന്റെ മുട്ടുകളിലൊക്കെ ഇരിക്കുന്നത് കാണാം. ഓക്കെ, ഞാനും കണ്ടിട്ടുണ്ട്. പോട്ടെ, അതൊക്കെ കാലം ഓർമ്മിക്കണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് സാമാന്യ ബോധം വേണം. എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, ചുറ്റും ആൾക്കാരുണ്ട്, ഈ ഒരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇത് ട്രെയിനിന്റെ അകത്താണ് ഈ 2 കഴുപ്പണം കെട്ടതും കൂടി ഇരിക്കുന്നത് ട്രെയിനിന്റെ അകത്തെന്നുള്ള ഒരു ബോധം പോലും രണ്ടിനും ഇല്ല. എന്താണ് ഇതിന്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പോലും എനിക്കറിയത്തില്ല. ഇതിനൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാൻ തന്തയും തള്ളയൊന്നും ഇല്ലേ? ഇത് സ്കൂളിൽ പഠിക്കുന്നതോ കോളേജിൽ പഠിക്കുന്നതോ അതോ ഇനി വല്ലയിടത്തും ജോലി ചെയ്യുന്നതോ ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഭാര്യയും ഭർത്താവുകയാണോ ഒന്നും അറിയത്തില്ല. ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് 18 തികയാൻ വേണ്ടി നോക്കി ഓടിപ്പോയി കിട്ടുന്ന ടീംസുകൾ ഉള്ളതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിക്കേണ്ടത് പബ്ലിക് പ്ലേസിലല്ല. നിനക്കൊക്കെ അത്രയ്ക്ക് കാടി മൂത്ത് കിടക്കണം, വല്ലയിടത്തും പോയി റൂമറേ ഉള്ള കാര്യം പറയാം. ഒരു 1000 രൂപയുടെ ചിലവേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ട്രെയിനിന്റെ സീറ്റിന്റെ അകത്ത് നിന്ന് നിന്റെ മടി കയറ്റി വെച്ചിട്ട് നീ മറ്റേ അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ചുറ്റൂരിക്കുന്ന ആൾക്കാരുന്നോ പോങ്ങന്മാരാ. നിന്റെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഈ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് കാണാം. ആ പെൺകുട്ടി ഇരിക്കുന്ന ഒരു സാമാന്യ ബോധം വേണ്ടേ? നിനക്കൊക്കെ പബ്ലിക് പ്ലേസ് എന്ന് പറയുന്നത് അപരാധിക്കാനുള്ളതാണോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇതാണോ നിന്റെയൊക്കെ പുരോഗമന ചിന്താഗതി? നമ്മളും ട്രെയിനിൽ കൊച്ചിലെയും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുള്ളതാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടെ പെമ്പിള്ളാരും വന്നിട്ടുണ്ട്. ഒരിക്കലും പിടിച്ചിരുത്തി ഇങ്ങനെ അപരാധിക്കത്തില്ല. നിനക്കൊക്കെ എന്തുവാടേ ഇത്? ഈ പുരോഗമന ചിന്താഗതിയാണോ നിങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്? അതുപോലെ അമ്പലങ്ങളിലായാലും ഈ പള്ളികളിലായാലും കല്യാണം കഴിഞ്ഞ് അവിടെ കിടന്ന് ഉമ്മയിപ്പ്, കെട്ടിപ്പിടി, എടുത്തു തൂക്ക്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കുറ്റമായിട്ട് പറയുന്നുണ്ട് ചിലവരൊക്കെ. പുണ്യപ്രവൃത്തികൾ അല്ലെങ്കിൽ പുണ്യമായ സ്ഥലങ്ങളിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ വേണം ചെയ്യാൻ. അല്ലാണ്ട് എന്ത് അപരാധവും കാണിച്ച് കൂട്ടുകയല്ല ചെയ്യേണ്ട. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ് കേട്ടോ. അതിൽ വിയോജിപ്പുള്ള ആൾക്കാർ കാണാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് പബ്ലിക് പ്ലേസിൽ ഇരുന്ന് കിസ്സടി, കെട്ടിപ്പിടി, ഉമ്മയിപ്പ്, പിടി, വലിയ അമുക്ക്, ഞെക്ക്, പിഴി, ഇത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 പിള്ളേർ ഇത് അണ്ടർ ഏജ് ആണോ അണ്ടർ ഏജ് ആണെന്ന് തോന്നുന്നില്ല. അവന് താടി മീശയൊക്കെ ഉണ്ട്. എന്തായാലും 10, 18, 20 വയസ്സിന് മേളുള്ള ടീമുകൾ തന്നെയാണ്. കെട്ടുപോയില്ലെന്നൊന്നും അറിയത്തില്ലടെ. നാളെ ഏത് നിസ്സായന്റെ തലയിലാണ് ഇവളൊക്കെ ആവുന്നത്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ തലയിൽ ഇവനെ പോലുള്ള കഴിവേറുകളാകും. എന്നാൽ നല്ല പയ്യന്മാർക്ക് നല്ല പെമ്പിള്ളാരെയും കിട്ടിയില്ല, നല്ല പെമ്പിള്ളാർക്ക് നല്ല പയ്യന്മാരെയും കിട്ടത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അതാണ് അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്. സത്യം പറഞ്ഞാൽ ഈ പുരോഗമന ചിന്താഗതിയാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, മറ്റേ വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ അവകാശങ്ങൾ ഇവളുമാരും ഓമാരും ഒക്കെ പിടിച്ചു വാങ്ങി ഇന്ന് ആഭാസത്തിലോട്ടും അപരാധത്തിലോട്ടുമാണ് നമ്മുടെ നാട് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പച്ചക്ക് തുറന്ന് പറഞ്ഞ് ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പറയും, നിനക്ക് വിവരമില്ലാടാ, നീ അമ്മാവൻ മൈൻഡ് സെറ്ററാ, നിന്നെ പോലെ കഴിപ്പണം കെട്ടാൻ വേറെ ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പട്ടിത്താഴ്ത്ത് പരിഹാസം തന്ന് പുച്ഛിച്ച് തള്ളുന്നതല്ലാണ്ട് എന്തെങ്കിലും തേങ്ങ, എന്തെങ്കിലും കീരവത്ത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറയുന്ന കറക്റ്റ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഓപ്പണായിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പറയും നീ അമ്മാവനാണ്. ഇനി ഓഫ് കോഴ്സ് ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് അപരാധിക്കുന്നുണ്ട്. ആരെങ്കിലും പറയുടെ മിണ്ടാരിയുടെ ഇത് എന്തുവാടെ പൊതു സ്ഥലമല്ലേ, പൊതു പ്ലേസ് അല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് എന്തെങ്കിലും പോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ നേരെ അവന്റെ മെക്കിട്ട് ഇടിച്ചു കയറി ഇവൻ ഇവളും കൂടി അങ്ങോട്ട് പറയും. അവൻ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞു വേണമെങ്കിൽ അവളും പറയും. അങ്ങനത്തെ കാലഘട്ടമാണ്. ഇവിടെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ ഒരു ധൈര്യത്തോടെ നിന്ന് പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികരിക്കാൻ പോയവന്റെ നെഞ്ചത്താവും ഇതെല്ലാം കൂടി. അതാണ് കാലം, അതാണ് ഇവിടുത്തെ കാലഘട്ടം. എന്തിന് ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇപ്പൊ എക്സാമ്പിൾ എന്നെ തന്നെ എടുത്തോ, ഞാൻ തന്നെ ഇത് കണ്ടിട്ട് പോയി പ്രതികരിക്കണ്ടേ? ഇത് ശരിയാവില്ല. ഇത് ട്രെയിനാണ്, പൊതു ആൾക്കാർ പോകുന്നതാണ്, കുട്ടികളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നതാണ്. നീയൊക്കെ കാണിക്കുന്ന ഇമാതിരി അപരാധങ്ങൾ ഈ കുട്ടികളടക്കം പോകുന്നവരൊക്കെ കണ്ട് അവരും ഇതേപോലെ വളരുന്നതാണ്. നാളെ ഒരു കാലത്ത് അവരും ഇതുപോലെ ട്രെയിനിൽ കയറുന്ന അപരാധം കാണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നീ പൊതു സ്ഥലത്തിരുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടൊന്ന് ഉപദേശിക്കാനോ ഇത് നിർത്താനോ മാറിയിരിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി മെക്കിട്ടങ്ങോട്ട് ഇടിച്ചു കയറിയിട്ട് പറയും നിനക്കെന്താണോ മറ്റാണ്, നീ അവളൊക്കെ പിടിക്കാൻ ശ്രമിച്ചില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം റെയിൽവേ പോലീസ് നമ്മളെ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് ഏതോ ചേട്ടൻ ഒന്നും അറിയാത്തോലെ മോളിൽ ഇരുന്ന് വീഡിയോ എടുത്ത് നൈസായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. എന്തവസ്ഥയാണ്! കലികാലം. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഇന്നത്തെ കാലഘട്ടം ഇത് ഏത് ഘട്ടത്തിലോട്ട് പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല.
ഏത് ഘട്ടത്തിലോട്ടാണ് പോകുന്നത്, എന്ത് രീതിയിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ അപരാധങ്ങൾ ഈ ട്രെയിനിലും പൊതുസ്ഥലങ്ങളിലും ഇരുന്ന് കാണിക്കുന്നവർക്കെതിരെ കേസെടുക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് കൊണ്ടുവരണം. അല്ലാതെ ഇതൊന്നും ശരിയാകത്തില്ല. ഇതെന്തുവാ, എന്ത് തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമായി മാറിയിട്ടുണ്ടോ ഇതൊക്കെ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, യു ബിക്കം എ മില്യണർ കണ്ടിന്യൂസ്ലി ഡൂയിങ് ദീസ് ടൈപ്സ് ഓഫ് വീഡിയോ. കമന്റ്സ് ആണ് സൂപ്പർ. അവളെ നക്കി കഴിഞ്ഞ് അവനോട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രോ പ്ലീസ് ഡിലീറ്റ് ചെയ്യാനൊക്കെ വീഡിയോ ഡിലീറ്റ് ആക്ക് ബ്രോ ഈ വീഡിയോ. കാരണം അവർ എന്തേലും ചെയ്താൽ നീ ആണ് കാരണം, സോ ആക്കു പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. ബ്രോ ഇറ്റ്സ് ബെറ്റർ ടു ഡിലീറ്റ് ഇറ്റ് ദെയർ. ദാറ്റ് യങ് മാൻ ആൻഡ് വുമൺ ഷുഡ് ഫയൽ എ കേസ് അറ്റ് ദ പോലീസ് സ്റ്റേഷൻ. ദേ ഹാവ് ഡൺ സംതിങ് റോങ് ആൻഡ് എ കേസ് വിൽ ബി ഫയൽഡ് അഗെയിൻസ്റ്റ് യു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഫേസ് ബ്ലർ ചെയ്ത്, കാരണം അതിനല്ലേ വകുപ്പുള്ളൂ. നമുക്ക് നാട്ടുകാരെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി. ഇവർക്ക് എന്ത് അപരാധവും പബ്ലിക് പ്ലേസിൽ ഇരുന്ന് കാണിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അവർക്ക് എന്തും കാണിക്കാം. പക്ഷെ അതേ കാര്യം നമ്മളെടുത്ത് നാട്ടുകാരെ മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി. അതാണ് ഇവിടുത്തെ നിയമം. ഈ നിയമം അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് എന്ത് തോന്നിവാസവും കാണിക്കാം, എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടുന്നുമുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാൻ പാടില്ലാത്ത കണ്ട് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് തെറ്റുകാർ നമ്മളാവൂടെ. അതാണ് അവസ്ഥ. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് ഈ പേജിൽ ഫേസോടെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതേ ഫേസ് ഞാൻ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ എൻ്റെ പേരിലായിരിക്കും കേസ് വരുന്നത്. കാരണം ആ അക്കൗണ്ടിൽ ഐഡന്റിറ്റി ഒന്നുമില്ല. ഉറപ്പായിട്ടും എൻ്റെ പേരിലേ കേസ് വരത്തുള്ളൂ. അതങ്ങനെയാണ് ഇവിടുത്തെ നിയമ വ്യവസ്ഥ എങ്ങനെയാണ്. കാരണം പബ്ലിക് പ്ലേസിൽ എന്ത് അപരാധവും കാണിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളകത്താവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ എനിക്ക് ഒരു യോജിപ്പുമില്ല ഇമാതിരി അപരാധങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. ഇത് ഒരു പുരോഗമന ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ നാടിന്റെ പുരോഗമനം എന്നാണെങ്കിൽ എനിക്ക് ഈ നാടിന്റെ ഒരു അവസ്ഥയോടും ഒരു വ്യവസ്ഥയോടും എനിക്ക് യോജിപ്പില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതൊക്കെ എന്തുവാ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറെ മെമ്പർഷിപ്പും സബ്സ്ക്രിപ്ഷനും എന്ന് പറഞ്ഞ് കുറെ അപരാധികൾ എന്തൊക്കെ അപരാധങ്ങൾ കാട്ടിക്കൂട്ടുന്നു അല്ലെ. അതൊരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. ഇതിപ്പോ ഇവര് വേറൊരു സൈഡിൽ ഇതുപോലെ ഒരുപാട് ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്തിന്, പണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ തന്നെ ബസ്സിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ അപരാധങ്ങൾ. അപ്പോഴും ഞാൻ ആലോചിക്കും, ഇവന്മാർക്കൊന്നും അല്ലാതെ വേറെ സ്ഥലമില്ലേ, വല്ലയിടത്തും പോയി റൂമർ ഇതിനേക്കാളും നല്ലത്. നിനക്കൊക്കെ ഈ ബസ്സിലും ട്രെയിനിലും ഇരിക്കുമ്പോൾ വേറെ പ്രത്യേക വല്ല സുഖം കിട്ടുമോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. അങ്ങോട്ട് പിടിക്കുന്ന ഞക്കാണ് പിഴിയാണ്, എന്തോന്ന് ചമ്മന്തി പരിവാക്കണല്ല പെണ്ണിനെ നീ. ഞാൻ വിചാരിച്ച് 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എല്ലാം കൂടി അവിടെ ഇട്ടേനെ ഉരുയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ച്. കാരണം അത്രയ്ക്ക് നിനക്ക് ഇളകി കിടക്കണം, 2 ഇളകി കിടക്കുകയാണ്. ഇതാണ് അവസ്ഥ. പക്ഷെ എന്തോന്നൊക്കെ കാണണമെന്തോ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇമാതിരി അപരാധങ്ങളും അതും ഇതുമൊക്കെ കണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു കാര്യം ഞാൻ നല്ലവനെന്നോ ഭയങ്കര സൂപ്പറെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ ഇങ്ങനെയല്ലേ ചെയ്യാനുള്ളത്. ഇങ്ങനെ അപരാധമല്ല കാണിക്കാനുള്ളത്. ആ ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. നാളെ ഏവന്റെ തലയിലൊന്നും ഇതൊക്കെ ആവത്തത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടം, പരമകഷ്ടം. ഈ ട്രെയിനിൽ തന്നെ ഇവനും ഇവളും കൂടി ഇരുന്ന് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നുണ്ട്. എത്ര കുട്ടികൾ അതുവഴി നടന്നു പോകും. ആ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് നാളെ അവരും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. ഇവർക്കൊക്കെ എതിരെ കേസ് എടുക്കണം. സത്യം പറഞ്ഞ ഒരു നിയമം കൂടി വരണം. ഈ പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ട്രെയിനിലോ ബസ്സിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലെ അപരാധം കാണിക്കുന്നവർക്കെതിരെ നടപടി എടുക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ നടപടി, ചെറിയ നടപടിയൊന്നുമല്ല. വേറെ എന്തെങ്കിലും വീഴണമെന്ന എന്തെങ്കിലും നടപടി എടുത്ത് കേസ് വകുപ്പൊക്കെ എടുത്തിട്ട് ഇതിനൊക്കെ എതിരെ നടപടി എടുക്കേണ്ട ഒരു വകുപ്പ് കൊണ്ടുവരണം. ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ത്രട്ടണിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ ഈ പബ്ലിക് പ്ലേസിൽ നിന്ന് ചെയ്യുന്നത്. ഇത് അങ്ങ് അമേരിക്കയൊന്നുമല്ല. ഇവിടെ വന്നിരുന്നിട്ട് ഇമാതിരി കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിക്കാൻ. ഇവിടെ നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു സാംസ്കാരികതയുണ്ട്. അതിനെ നശിപ്പിക്കുകയാണ് ഇതുപോലുള്ള അപരാധികൾ കാണിക്കുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. ഇതിൻ്റെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. മക്കളെ പഠിക്കാനെന്ന് ഇതിനൊക്കെ പറഞ്ഞങ്ങോട്ട് വിടും, ജോലിക്കൊന്നും ഇതിനൊക്കെ അപരാധിച്ചുകൊണ്ട് നടക്കുകയാണ്. അപരാധിക്കുന്നതോ പബ്ലിക് പ്ലേസിൽ പൊതു ഇടത്തിൽ പോലും ഇവക്കൊന്നും കടികൾ നിർത്തി വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്രമാത്രം കടികളാകിയ ടീമുകളാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും പറയാനില്ല. ഇതുപോലത്തുള്ള കടുവകളെ അറസ്റ്റ് ചെയ്തിടണം. അതാണ് ചെയ്യാനുള്ളത്. പൊതു സമൂഹത്തിൽ ഇറങ്ങിയിരുന്ന് ഇമാതിരി അപരാധം കാണിക്കുന്ന ഈ ധൈര്യം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഈ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടേട്ടോ. 2x ഇട്ടിട്ടാണ് ഞാനിരുന്ന് കണ്ടത്. കണ്ട സമയത്ത് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്തുപാടെ ഇവിടെ നടക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ വായും വളർന്നിരിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ റീസൺ. ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന ഒരാൾക്കാരെ ഞാൻ കുറ്റം പറയത്തില്ല. ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവൻ്റെ നെഞ്ചത്തോട്ട് വരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ആൾക്കാർ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന വീഡിയോ എടുത്തിടുക, നാറ്റിക്കുക.
ഫേസ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തോട്ട് വരും കേസും വകുപ്പും കോലാണ്ടിയൊക്കെ. അത് വേറൊരു വിഷയം. ഇനി ഇതൊക്കെ രണ്ടും കൂടി പോയി എന്തെങ്കിലും ചെയ്താൽ അതും നമ്മുടെ തലയിലാണ്. എന്തിന് വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കാനൊന്നും വയ്യ. പക്ഷെ പറയാനുള്ള പറഞ്ഞിട്ട് പോകും. കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഒരു ബോധമില്ലാത്ത വൃത്തികെട്ടവളെന്നേ ഞാൻ പറയത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് റൂമറാ പോയി അവിടെ പോയി കഴപ്പെടുത്ത് തീർത്തുകള അടിച്ചങ്ങ് തീർത്തുകള, അതേ ഞാൻ പറയത്തുള്ളൂ. എന്തിനാണ് ഈ പൊതുസമൂഹത്തിൽ കിടന്നിട്ട് നാട്ടുകാർ മൊത്തം പോകുന്ന വഴിയിൽ ഇരുന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നത്? അറ്റ്ലീസ്റ്റ് യൂസ് കോമൺ സെൻസ് കേട്ടാ. ഇതെനിക്ക് പറയാനുള്ളൂ. നാശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുന്നോടാ നമ്മുടെ തലമുറ. വരും തലമുറകൾ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെയാണ് ഇനി ട്രെയിനിലും ബസ്സിലൊക്കെ വേറെ ഒരു സൈഡിൽ കൂടി നോക്കുകയാണെങ്കിൽ കുറെ കളവന്മാർക്ക് കഴപ്പുള്ള കടികൾ ആ ടീമുകളുണ്ട്. ഇത് വേറൊരു സൈഡിൽ. പക്ഷെ എന്തോന്നട ഇത്? എന്ത് നാടാണ് നമ്മുടെയൊക്കെ നാടുകൾ നശിച്ച് നാറാണത്താവുകയാണ്. കാണുമ്പോൾ തന്നെ പേടിയാവണം. നാളെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പിന്നെ കാണേണ്ടി വന്ന ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. വേറെ ഒന്നും ചിന്തിക്കണ്ട. ആ പെൺകുട്ടി അവനോടൊപ്പം ഇരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ എങ്ങനെയോ വേറെ എന്തോ ആവശ്യത്തിന് ആ ട്രെയിനിൽ വന്നെന്ന് വിചാരിച്ചോ, സഡൻലി തൻ്റെ മകൾ ഇങ്ങനെ ഒരുത്തനോടിരുന്ന് അഴിഞ്ഞാടുന്നത് കാണുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അച്ഛൻ്റെ അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കുക. വേറെ ഒന്നും വേണ്ട. ഈ വീഡിയോ ഇട്ടല്ലോ ചാനൽ, ആ ചാനലിൽ ഫേസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് കാണിച്ച് വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ കണ്ടു കാണും. ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വീട്ടുകാരുടെ മാനസിക അവസ്ഥ ആലോചിച്ച് നോക്കുക. സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ഒരുപാട് പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്ന അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മകളുടെ അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ അഴിഞ്ഞാട്ട വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണേണ്ടി വന്ന ആ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ. ആ നാട്ടുകാരുടെ മുഖത്ത് ആ അപ്പനും അമ്മ എങ്ങനെ നോക്കും? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ. നിലയും വിലയുള്ള ഒരപ്പനും അമ്മയ്ക്കും ഒന്നും താങ്ങാൻ സാധിക്കത്തില്ലടേ. വളർത്തി വച്ചത് ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യമടക്കം നാട്ടുകാരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ആ അപ്പനും അമ്മയും ഫേസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയായിരിക്കും ഇനി ആ മാതാപിതാക്കൾ കടന്നു പോകുന്നത്? എനിക്കറിയത്തില്ല സീരിയസ്ലി. ഇനിയിപ്പോൾ പിടിച്ച ഒരു പക്ഷേ ഇതിനെ അങ്ങ് പിടിച്ച് ഇത് കണ്ടുകൊണ്ട് കെട്ടിച്ചെന്ന് വെച്ചോ, കെട്ടിച്ചാൽ കൂടി ആ അപ്പനും അമ്മയും ഫേസ് ചെയ്യേണ്ടി വരുന്ന നാണക്കേട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടോ? നാളെ ഇവനെയോളം കൂടി അങ്ങ് ചിലപ്പോൾ പോകും ജീവിച്ച്, അല്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ കുട്ടിത്തൊക്കെ മാറുമ്പോൾ ഇവരുടെ ഫേസ് ചെയ്യാൻ ഓട്ടോമാറ്റിക്ക് മാറി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും. പക്ഷെ ഇന്ന് ആ അപ്പനും അമ്മയും ഫേസ് ചെയ്യുന്ന ആ ഒരു മെൻ്റൽ ട്രോമ, അല്ലെങ്കിൽ അവർ നാട്ടുകാരുടെ മുന്നിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഇതിനൊക്കെ ആരും ഉത്തരം പറയും? മക്കളെ നേരെ വളർത്തിയില്ല, നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തിയില്ല, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തണം. അതിൽ വേറെ ഒരു മാറ്റവും. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കണം. അടി കൊടുക്കേണ്ട സ്ഥാനത്ത് അടി തന്നെ കൊടുക്കണം. എന്ന് വെച്ചാൽ മടൽ വെട്ടി അടിക്കണമെന്നല്ല. തല്ലിക്കൊട് ചൊല്ലിക്കൊട് ഇല്ലെങ്കിൽ തള്ളിക്കള എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ പഠിപ്പിക്കണം. തെറ്റ് കണ്ടാൽ തിരുത്തണം. ഇതല്ല ശരി, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ മക്കളെ വളർത്തണം. അല്ലെങ്കിൽ തല തെറിച്ചു. ഇതുപോലെ കാണാം ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബസ്സിൻ്റെ അകത്തും ട്രെയിനിൻ്റെ അകത്തും വല്ല പാലത്തിൻ്റെ അടിയിലും ഒക്കെ കാണാം ഇതുപോലെ. ആ ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ വളർത്തുന്ന സമയത്ത് പണം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നെയുള്ള മാതാപിതാക്കൾ ഓടാതെ മക്കൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തണം. എത്രയൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തിയാലും വഴി തെറ്റേണ്ടത് വഴി തെറ്റുക തന്നെ ചെയ്യും. അതും വേറൊരു സത്യമാണ്. നാളെ ഇപ്പം എൻ്റെ മക്കൾ ഇതുപോലെ കാണാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് പ്രവചിക്കാനോ ഉറപ്പ് പറയാനോ പറ്റത്തില്ല. അതൊക്കെ അവർ വളരുന്നത് പോലെ ഇരിക്കും. അതുപോലെ മൊബൈൽ ഫോൺ ഉറപ്പായിട്ട് മക്കൾക്ക് വാങ്ങി കൊടുക്കരുത്. ഈ 8ലും 9ലും 10ലും ഒക്കെ ആകുമ്പോൾ തന്നെ മൊബൈൽ ഫോണാണ് അങ്ങ് വാങ്ങി കൊടുക്കുന്നത്. പിന്നെ അവർക്ക് അവരുടെ ആ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിലോട്ട് ഒതുങ്ങും. അവിടെ ആരോടൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, എന്ത് തരം ചാറ്റ് ചെയ്യുന്നു, എന്ത് തരം സംസാരിക്കുന്നു, വീഡിയോ കോളോ എന്തൊക്കെ ചെയ്യുന്നു, ഒന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. മാതാപിതാക്കൾ ഇപ്പോൾ വയ്ക്കുന്ന ഒരു വാഗ്ദാനം ഇതായിരിക്കും: 10ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ 5ാം ക്ലാസ് പാസ്സായ നിനക്ക് മൊബൈൽ ഫോൺ. അതിനു വേണ്ടിയിട്ട് മക്കൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അവരെ ആഗ്രഹിച്ച സാധനം അങ്ങോട്ട് കൈവെള്ളയിൽ കിട്ടുകയും ചെയ്യും. പിന്നെ അവരുടെ ലോകം അതിനുള്ളിലാവും. അവിടെ ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ്, ആരൊക്കെയാണ് ആ സൈബർ യുഗത്തിൽ അവർ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. വഴി തെറ്റിയിരിക്കും. ഒരു പ്രായം വരെ അറ്റ്ലീസ്റ്റ് ഡിഗ്രിയെങ്കിലും ആകാണ്ട് മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. വേണമെങ്കിൽ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ പരമായിട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെ മക്കൾക്ക് കൊടുക്കുക. അല്ലാണ്ട് നമ്മളില്ലാത്ത സിറ്റുവേഷനിൽ മക്കൾക്ക് മൊബൈൽ ഫോൺ വേണം, മക്കൾക്ക് പഠിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ പഠിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു കാലഘട്ടം. നമ്മൾ മൊബൈൽ ഫോൺ വെച്ചാണോ
പഠിച്ചത്? ബുക്കിൽ എഴുതി തന്നെയല്ലോ പഠിച്ചത്, പല ബുക്കുകളും വായിച്ച് തന്നെയല്ലോ പഠിച്ചത് അല്ലേ? നമ്മൾ മൊബൈൽ ഫോൺ വെച്ചിട്ടല്ലല്ലോ പഠിച്ചത്. അതുകൊണ്ട് ചില മക്കള് മാതാപിതാക്കളെ പൊട്ടം തെറ്റിക്കും. അയ്യോ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല, നോട്ട്സ് എല്ലാം അതിലാണ് വരുന്നത്. ഓഫ് കോഴ്സ് വീട്ടിലെ മാതാപിതാക്കളുടെ മൊബൈൽ കൊടുക്കണം, അതിൽ വരുന്ന നോട്ട്സ് മക്കളെടുത്ത് പേപ്പറിൽ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ അതിനെ ഡൗൺലോഡ് ചെയ്ത് എവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പ്രിൻ്റാക്കി കൊടുക്കണം. അല്ലാണ്ട് മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനു കൊടുക്കണം? അതിൻ്റെ ഒരാവശ്യമില്ല. ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഒരു 100% മക്കൾ ഇന്ന് വഴിതെറ്റി പോകുന്നത്. 99, 100 പറയുന്നു എങ്കിലും ഞാൻ പറഞ്ഞു 99, എവിടെയൊക്കെ നല്ല പിള്ളേരുള്ളതുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് നോട്ട്സ് പഠിക്കണം, മക്കൾക്ക് അത് പഠിക്കണം, ഇത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മക്കൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉറപ്പായിട്ട് വാങ്ങിക്കൊടുക്കരുത്. അത് നിങ്ങളെ പൊട്ടം തട്ടിക്കുന്നതാണ്. ഇത്ര രൂപയുടെ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഫോൺ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോട്ട് അതിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ചില വിവരമില്ലാത്ത മാതാപിതാക്കളെ പൊട്ടം തട്ടിക്കുന്ന മക്കളുണ്ട്. എനിക്കറിയാം, നേരിട്ട് എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള കേസുകളുണ്ട്. മക്കള് മാതാപിതാക്കളെ പൊട്ടം തട്ടിക്കും, എനിക്ക് ഇന്ന ഫോണില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഇത്ര രൂപയുടെ ഫോൺ വേണം എങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിലാണ് നോട്ട്സ് എല്ലാം വരുന്നത് എന്ന് പറഞ്ഞ് പൊട്ടം തട്ടിക്കും മാതാപിതാക്കൾ. അങ്ങനെ മൊബൈൽ ഫോൺ നേടുന്ന ഒരുപാട് മക്കളുണ്ട്. ഇത് മാതാപിതാക്കളുടെ വീഴ്ചയെന്നേ ഞാൻ പറയത്തുള്ളൂ, ഒരു പരിധി വരെ, മനസ്സിലാകും. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നമ്മുടെ ഫോണിൽ തന്നെ, മാതാപിതാക്കളായ നമ്മുടെ ഫോണിൽ തന്നെ അത് വരുത്തണം. വന്നതിന് ശേഷം നമുക്ക് എപ്പോഴും ഫോൺ കൊടുക്കാൻ പറ്റില്ലായിരിക്കും ഒരുപക്ഷെ. അതുകൊണ്ട് PDF വരുന്നതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പ്രിന്റ് എടുത്ത് കൈ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പ്രിന്റ് എടുക്കാൻ പറ്റാത്ത നോട്ടൊന്നും വരില്ലല്ലോ. എന്തായാലും നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഏത് സാധനവും നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ PDF ആയിട്ട് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിന്റ് എടുത്താലും മതി. അതുകൊണ്ട് അതൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് മക്കൾക്ക് സ്വന്തമായിട്ടൊരു ഫോൺ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഖുദ ഒന്നും പറയാനില്ല എനിക്ക്. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ശരിയായിട്ട് തോന്നുന്നു, ഞാൻ പറഞ്ഞ് തെറ്റായിട്ട് തോന്നുന്നു, ഇവ എന്നും വിട്ടിത്തനാടാ വിളിച്ച് പറയുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് പിള്ളേർ വഴിതെറ്റി പോകുന്നതിൽ ഒരു മുഖ്യ പങ്ക് ഈ പറയുന്ന മൊബൈൽ ഫോണുണ്ട്. അത് വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് അതിനേക്കാളും പങ്കുണ്ട്. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വാശി പിടിക്കുന്ന മക്കളുണ്ട്, എനിക്ക് മൊബൈൽ ഫോൺ വേണം, അല്ലെങ്കിൽ അടിച്ചു പൊളിക്കണം, വഴക്ക് അടി ബഹളമൊക്കെ ഉണ്ടാക്കുന്ന മക്കളുണ്ട്. അടിയും ബഹളമൊക്കെ അവിടെ ഉണ്ടാക്കും. ഒരു സമയം കഴിയുമ്പോൾ അവർ തണുത്ത് കൂളാവും. കിട്ടല്ലേ, വാങ്ങിക്കൊടുക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. അല്ലെങ്കിൽ അടിയും വാശിയും ഒക്കെ വച്ച് ഓരോ മക്കൾ ഓരോന്ന് നേടാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ ചെറുതിലേ ഓരോന്ന് അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും, കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കും. അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുന്ന മക്കൾ കുറച്ചുകൂടി വളരുമ്പോൾ അവർ വേറെ വലിയ കാര്യങ്ങൾക്ക് വേറെ രീതിയിൽ ബഹളം വെച്ച് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കും. അപ്പം മാതാപിതാക്കൾ വീണ്ടും വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ സൂക്ഷിച്ച് വളർത്തുക. പാരന്റിങ് എന്ന് പറയുന്നത് ചെറിയൊരു ഘടകമായിട്ടുള്ള കാര്യമല്ല. ഉണ്ടാക്കിയിടുന്ന മക്കളെ നേരെ വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം ഉണ്ടാക്കിയിടുക. കൂടുതലൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇതുപോലെ അവസാനം ട്രെയിനിലും ബസ് സ്റ്റാൻഡിലും പാലത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.